ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഡിസൈൻ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കുറച്ച് നന്നായിട്ട് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ആദ്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിലേക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ നമ്മളൊരു ഫ്ലവർ ഡിസൈൻ പോലെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചർ പോലെ ഒരെണ്ണം എംബ്രോയ്ഡറി ചെയ്യും. പിന്നെ ഇവിടെ ബീഡ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പേൾ ഉണ്ടല്ലോ, അപ്പം ഞാനിത് ഗ്രീൻ ഫാബ്രിക് എടുത്തുകൊണ്ട് ഗ്രീൻ കളറിൽ തന്നെ പേൾ വെച്ചിട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇവിടെ ഫ്രഞ്ച് നോട്ട് കൊടുക്കും. വീണ്ടും പേൾ ഫ്രഞ്ച് നോട്ട് അതുപോലെ കൊടുത്ത് ഇവിടെ ഇതുപോലൊരു ലീഫ് ഇതിലുള്ള ഡിസൈൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഫാബ്രിക് ഹൂപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂല്ലോ. അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് കൊടുത്തേക്കുക. ബാക്കി ഇത് കുറച്ച് ഇവിടെ ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് അങ്ങോട്ട് നീക്കി വെച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു ലീഫിൽ എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഇതുപോലെ ലീഫ് എംബ്രോയ്ഡറി ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ആദ്യം നമ്മൾ സൂചി മുകളിലേക്ക് എടുത്തു. പിന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കായിട്ട് ഓരോ ലേസി ഡേസി കൊടുക്കാൻ പോവുക ചെയ്യുന്നത്. ഇവിടെ ഒരെണ്ണം കൊടുത്തു. അതുപോലെ ഇപ്പുറത്തും കൊടുക്കാം. അതുപോലെ തന്നെ നടുക്കൂടെയും ഒരെണ്ണം കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെയും ഒരു ഫ്രഞ്ച് നോട്ട്, ഇതിന് സ്പേസ് വരുന്നിടത്ത് ഒരു ഫ്രഞ്ച് നോട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഫ്ലവറിൻ്റെ അറ്റത്തായിട്ടും ഇവിടെ നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അപ്പോൾ സ്പേസ് ഒക്കെ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. അപ്പം ഞാനിതിൽ ഇപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതുപോലെ. പിന്നെ അടുത്ത ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നു. വീണ്ടും അടുത്തതായിട്ട് ഒരു കൊടുക്കും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള പേൾസ് വെച്ചിട്ട് അടുത്തൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള ഡെക്കറേഷൻ കൊടുക്കുക ചെയ്യുന്നത്. അതിന് സാധാരണ സൂചി തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് മുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള പേള് ഇതുപോലെ പൊരുത്ത് ചെയ്ത് പോയാൽ മതി.
അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്ത ലൈനിലായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പോവുക ചെയ്യുന്നത്. ഈ ബീഡ്സ് ചെയ്ത പോലെ തന്നെ ഫ്രഞ്ച് നോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ ബോർഡറിൽ ഈ ഒരു ഫ്ലവർ, ഇതാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹിജാബ് ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചധികം നന്നായിട്ട് സ്പേസ് ഇട്ടിട്ട് കുറച്ച് താഴേക്കൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.